എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തെ വിശേഷം പതിവ് പോലെ തന്നെ പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു. അമ്മ രാവിലെ തന്നെ പോയിരിക്കുകയാണ്. ഇത്തിരി കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചു. കുഞ്ചിക്കുള്ള പാലാണ്. പിന്നെ അതാ ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, അത് വേവട്ടെ. അതിനൊപ്പാടെ എനിക്ക് ചെടികൾ നനയ്ക്കാനുണ്ട്. കുറച്ച് ടെറസിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ചെടികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നനയ്ക്കണം. കുഞ്ചിമോൾക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യ, ഭക്ഷണം ദഹിക്കാണ്ടാണെന്ന് തോന്നുന്നു. ഛർദിയുണ്ട്. അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു. അപ്പോൾ അതാ കുറച്ച് ഭേദമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെറും പാല് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉള്ള വയറൊന്ന് ഫ്രീ ആവട്ടെ. എൻ്റെ ടി വി നാശമായിട്ട് ദിവസങ്ങളായി. ഇനിയിപ്പോൾ ഇതൊന്ന് കടക്കാരനോട് പറഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇതുവരെ കടന്നിട്ടില്ല, 5 ദിവസമായി. ഇനി ഇതൊന്ന് അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഒരു സഹായം ലഭിക്കണം. എങ്കിലേ ഇത് നമുക്ക് അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അമ്പലത്തിലേക്ക് ഞാൻ കാണിക്കുന്നില്ല, കാരണം അമ്പലത്തിൽ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തെ പെയിൻറ്റിങ് കൂടി ഉണ്ട്. ആ 2 ദിവസത്തെ പെയിൻറ്റിങ് കൂടിയും കഴിയണം. വെള്ളിയാഴ്ച ആണ് ഞാൻ ഭഗവതിയെ പുനഃപ്രതിഷ്ഠ നടത്തേണ്ട കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ബുധൻ വ്യാഴം വെള്ളി കണ്ട് കാര്യങ്ങൾ നീക്കണം. അപ്പോഴേക്കും പെയിൻറ്റിങ് കഴിയണം. വാതിലെത്തിയിട്ടില്ല, അതൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പൂജയ്ക്കുള്ളവരെയൊക്കെ ഏൽപ്പിച്ചു. ഒക്കെ ആയി ഞാൻ തിരക്കിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് തിരക്കാണ്. എല്ലാ കാര്യത്തിനും ഞാൻ ഓടണം. കുഞ്ചേ എങ്ങനെ ഓളിയിട്ടേ അപ്പോൾ അതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് നിങ്ങളെ ഇതുവരെ കൂട്ടിക്കൊണ്ടായിട്ടില്ല. കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കുന്നത് നനയ്ക്കണം. കുറേയൊക്കെ ഉണങ്ങിപ്പോയി, നനയ്ക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഒക്കെ ഉണങ്ങി പോവും. ഇതൊക്കെ വിറകുകളാണ്. ഓല, വിറക്, ചകിരി, എന്താ വിറകുകളൊക്കെ ഉണക്കാട്ടിരിക്കുക. അതൊക്കെ നമുക്ക് പ്രതിഷ്ഠ ദിനത്തിന്, അന്നദാനത്തിന് വേണം. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ള ചെടികൾ. ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ചെടികളല്ല കേട്ടോ. ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച ചെടികളൊന്നല്ല. ഇതൊക്കെ അവിടെ നിന്നൊക്കെയും പറിച്ചു കൊണ്ടുവന്നു കൊമ്പൊടിച്ച് കുത്തിയിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, നനച്ചു കൊടുക്കും. പിന്നെ മഴക്കാലമാകുമ്പോൾ ചാണകപ്പൊടി ഉണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ചാണകപ്പൊടി ഇട്ട് കൊടുക്കും കുറേശ്ശെ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതൊക്കെ ഉണങ്ങി പോയതായിരുന്നു നനയ്ക്കാൻ പറ്റാണ്ട്. ഒക്കെ ഇതേ പിടിച്ചുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൂന്തോട്ടം. മക്കളെ. സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. പിന്നെ എന്തിനാ പോണേ? അല്ല, നേരം വെളുത്തേപ്പനെ ഇപ്പൊ 3ാമത്തെ വട്ടല്ലേ പോണത്. അപ്പൊ നിങ്ങൾക്ക് കഞ്ഞി കുടിച്ചിട്ട് പോയാ പോരെ? പിന്നെ കുടിക്കാം. കഞ്ഞിക്ക് പ്രധാനമല്ല, തെണ്ടാൻ പോവില്ലാണ് പ്രധാനം. നിങ്ങൾ തെണ്ടി കൊടുന്നിട്ട് വേണമല്ലോ ഇവിടെ കഴിയാൻ. ആരെ അടിക്കണു? അതെ, നേരം വെളുത്തിട്ട് എത്ര 10 മണിയാകുമ്പോഴേക്കും വെയിലായിയ? 10 മണിയായിട്ടുള്ള അപ്പോഴേക്കും വെയിലായിയ? അത് പോവുക മക്കളെ. 3ാമത്തെ വട്ടമായി പോക്ക്. ഇതിലാവട്ടെ. ഞാൻ ഇത്തിരി ഉള്ളിമുളക് മൊരിക്കുക, ചമ്മന്തി, ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ. അമ്മ പോണത് കണ്ടില്ലേ മക്കളെ? ഇപ്പോൾ മണി 10 മണിയായിട്ടുള്ളൂ കേട്ടോ. നേരം വെളുത്തപ്പനെ 3ാമത്തെ പോക്കാണ്. എന്ത് ചെയ്യാനാണ്? നമുക്ക് കെട്ടിയിടാനും അടച്ചിടാനൊന്നും പറ്റില്ല. അവർക്ക് അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യുക? വരുമ്പോൾ ഭക്ഷണം കൊടുക്കാം. അപ്പോൾ എനിക്ക് രാവിലെ
ഭയങ്കര വെപ്രാളമാണ്. 10, 11 മണി ഒക്കെ ആകുമ്പോഴേക്കും കഞ്ഞി കെട്ടണം. അപ്പോൾ എൻ്റെ രാവിലത്തെ വീഡിയോകൾ ഭക്ഷണം കഴിക്കണതാണ് ഞാൻ ഇടാറ്. ഇന്ന് നോക്കുമ്പോൾ വലിയ വിശപ്പില്ല. അപ്പോൾ ഞാനേ 2 വാറ്റും വെള്ളമൊക്കെ ആയിട്ട് ഇത്തിരി കഞ്ഞി എടുത്തു. പിന്നെ നമ്മുടെ ഉള്ളി മൊരിയിച്ചത്, കുറച്ച് ഉള്ളി മൊരിയിച്ച ചമ്മന്തി ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ കുടിക്കട്ടെ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കൾ ആ ബെല്ല് ബട്ടനെ ചൂന്ന് ബട്ടനെ അമർത്തിയിട്ടില്ലെങ്കിൽ ഒരു തവണ അതൊന്ന് അമർത്തണേ, എങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.